നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ് അവൽ. അപ്പോൾ നമുക്കിന്ന് ആ അവൽ കൊണ്ട് ഒരു അവലും വെള്ളവും പിന്നെ ഒരു സ്പെഷ്യൽ അവൽ മിൽക്കും ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന് കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ആദ്യം നമുക്ക് അവലും വെള്ളം ഉണ്ടാക്കാൻ തുടങ്ങാം. സിമ്പിളാണ്, ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, പിന്നെ പല സ്ഥലത്തും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാട്ടോ. അപ്പോൾ ആദ്യം ഒരു പഴം എടുക്കാം, പഴം എടുത്തിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പഴം മൈസൂർ പഴം അങ്ങനത്തെ പഴമാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ, അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ പഴം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ ചെറിയുള്ളി ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ഇട്ടാലും ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ അത്യാവശ്യം ഇടുക, തേങ്ങ നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും, എല്ലാവരും വീട്ടിലും സാധാരണ ഉണ്ടാക്കുന്നതാണ്. എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വെച്ചിട്ട് ഒന്ന് കാണിക്കുക കേട്ടോ. അറിയുന്നവർ ദയവായിട്ടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഈ പഴമെല്ലാം നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്, പഴവും തേങ്ങയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അവലിട്ട് കൊടുക്കാം. സാധാരണ നമ്മുടെ ബ്രൗൺ കളർ അവലില്ലേ, ആ അവൽ തന്നെയാണ് അവലും വെള്ളം ഉണ്ടാക്കാൻ ഉപയോഗിക്കൽ. അപ്പോൾ ആ അവൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു 2 കയ്യിൽ അവലിടുന്നുണ്ട് കേട്ടോ. 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 കയ്യിൽ അവലിടുന്നുണ്ട്. പിന്നെ ഇതിന് പേര് ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ, ഓരോ സ്ഥലത്തും പറയുന്നത്. ഞങ്ങളുടെ ഏരിയയിൽ പറയുന്നത് അവലും വെള്ളം എന്നാണ്, പലയിടത്തും പല പേരായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്നും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്, ഈ അവൽ ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വല്ലാണ്ട് തിക്കായിട്ട് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ചുകൂടെ ഒന്ന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ഇതിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്, സാധാ വെള്ളം തന്നെ, തണുത്ത വെള്ളമൊന്നുമല്ല, നമ്മുടെ സാധാ പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ അവലും വെള്ളം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കാണാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് വേറെ ഏതെങ്കിലും രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക കേട്ടോ. ഞങ്ങളുടെ ഏരിയയിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് അവലും വെള്ളം റെഡി ആയിട്ടുണ്ട്. ചൂടുകാലത്തൊക്കെ കുടിക്കാൻ നല്ല സാധനമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പെഷ്യൽ അവൽ മിൽക്ക് ഉണ്ടാക്കാം. അപ്പോൾ അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യമേ പറയുന്നത് നമ്മുടെ അവലും വെള്ളം ഉണ്ടാക്കിയ അവലല്ല, അവൽ മിൽക്ക് ഉണ്ടാക്കാൻ ഈ അവലാണ് യൂസ് ചെയ്യുക. പൊരി അവൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടും, ഒന്ന് പൊരിച്ചെടുത്ത അവൽ പോലെയുള്ള അവൽ, ഇത് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് ട്യൂട്ടി ഫ്രൂട്ടിയാണ്, പിന്നെ കുറച്ച് കോൺഫ്ലെക്സ്, കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും, പിന്നെ നമ്മുടെ കപ്പലണ്ടി തൊലി കളഞ്ഞിട്ട് അതും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവലും വെള്ളത്തിലേക്ക് ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ഇതിലൊരു പഴം വേണം. ഞാൻ മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കൊന്ന് ഉടച്ച് ചേർക്കാം. ചിലർ ഈ പഴവും പാലും കൂടെ മിക്സിയിൽ അടിച്ച് ചേർക്കാറുണ്ട്, പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക പഴം ഇങ്ങനെ ഉടച്ചെടുത്താലാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിലിട്ടിട്ട് തന്നെയാണ് പഴം ഉടക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് പഴം. ഇനി നമുക്കിതിലേക്കുള്ള ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ആപ്പിൾ ചേർക്കുന്നുണ്ട്. ആപ്പിൾ പോലെ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ, ടേസ്റ്റ് ഉണ്ടാകും അത് ചേർത്താലും. പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അത് ചേർത്ത് കൂടെ നമുക്ക് വേണമെങ്കിൽ ബദാമോ പിസ്തയോ ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും. നട്ട്സ് അങ്ങനത്തെ എന്ത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്കുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ഐസ്ക്രീം ഇടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് അവൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പൊരിച്ച അവലുകൊണ്ട് ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതില്ലെങ്കിൽ നമ്മൾ സാധാ അവൽ വെച്ചിട്ടും ഉണ്ടാക്കാം, അല്ലെങ്കിൽ വൈറ്റ് കളർ അവലില്ലേ അത് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ശരിക്കും ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കോട്ടക്കലിലെ VH അവൽ മിൽക്കൊക്കെ അല്ലേ, സ്പെഷ്യലാണല്ലോ, നല്ല ഫേമസ് ആയിട്ടുള്ള, അതൊക്കെ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ പാലൊഴിച്ചിട്ട് ആവശ്യത്തിന് പാലൊഴിക്കുക, ഏകദേശം അവലിൻ്റെ ഒപ്പം തന്നെ പാലൊഴിക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ആദ്യം ഉടച്ച് ചേർത്ത പഴവും ഈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതാ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിലിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരെ വേണമെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം കൂടി ആദ്യം എടുത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്താൽ മതിയാവും.
ഇനി നമുക്ക് ഗ്ലാസ്സിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഈ കോൺഫ്ലെക്സ് ഇടുമ്പോൾ നല്ലൊരു ക്രഞ്ചി എഫക്റ്റ് കിട്ടും കേട്ടോ. ഇതിട്ടിട്ട് മിക്സ് ചെയ്യരുത്, ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാൻ. അപ്പോൾ കോൺഫ്ലെക്സ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കപ്പലണ്ടി തൊലി കളഞ്ഞ് എടുത്ത കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. അതേപോലെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കും. ഐസ്ക്രീം നിർബന്ധമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇട്ടാലും ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കുമെന്ന് മാത്രം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇടുന്നു, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാനിപ്പോൾ ഐസ്ക്രീം മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ അവിൽ മിൽക്ക് സ്പെഷ്യലൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുന്ന എന്ത് ചേർത്താലും അത് കൂടുതൽ സ്പെഷ്യലാവേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുണ്ട്, അവിലും വെള്ളവും അവിൽ മിൽക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല സിമ്പിളാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.